ജലീൽ പുനലൂർ എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ്. പിണറായിയെ ED ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഒരു ഏജൻസിയും വരാൻ പോകുന്നില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല, ഇതുകൊണ്ടൊന്നും ഞങ്ങളെ പേടിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ് ജലീൽ പുനലൂർ. ബാക്കി ഞാൻ നാളെ ചിരിക്കാവേ. അങ്ങനത്തെ കുറേ വിഡ്ഢി ചിന്തകളുള്ള ആളുകൾ ആ പാർട്ടിക്കകത്തുള്ളത് കൊണ്ടാണല്ലോ അന്വേഷണത്തിന് വന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ പുറത്തിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും. ഒരു ചുടുകട്ട കൊണ്ട് എറിഞ്ഞതാണോ ഇത്ര വലിയ കുഴപ്പം, അത് ഇത്ര വലിയ ആക്രമണം എന്നൊക്കെ ചോദിച്ചത്. പോലത്തെ മനുഷ്യന്മാരൊക്കെ എങ്ങനെയാ എന്താ ചെയ്യാ? വല്ലാത്ത മനുഷ്യന്മാരെ നിങ്ങളൊക്കെ. അത് ഈ പറയുന്ന വിദ്വാൻ്റെ ഭാര്യയോ മക്കളോ ഒരു ഉദ്യോഗസ്ഥരാണ് എങ്കിൽ ആ ഉദ്യോഗസ്ഥർ ഒരു സ്ഥലത്ത് ജോലിയുടെ ഭാഗമായിട്ട് പോയി ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോയിട്ട് അന്വേഷിച്ച് തിരിച്ചു വരുമ്പോൾ ഇതേപോലെ കുറേ എണ്ണം പുറത്ത് നിന്നിട്ട് ചുടുകട്ട എടുത്തിട്ട് അവരുടെ നിറയിലേക്ക് എറിഞ്ഞിരുന്നെങ്കിൽ ഈ വിദ്വാൻ എങ്ങനെയാണ് മറുപടി പറയുക എന്ന് അന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. ഇത് അങ്ങനെയൊന്നുമല്ല, ആരാൻ്റെ നെഞ്ചത്ത് കയറിയതല്ല, അവർ സഹിച്ചോട്ടെ എന്നുള്ളതാണ്. അങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുമില്ല. നിങ്ങളുടെ പാർട്ടിക്ക് അതിനുള്ള ലൈസൻസും ഇല്ല. അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. സന്തോഷായോ? രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മുന്നേ പറഞ്ഞൊരു കാര്യം, എന്താ ദുർഗതി BJPക്ക് വന്നത്ര. BJPക്ക് അല്ലാടോ ദുർഗതി വന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങൾ ന്യായീകരിക്കുന്ന ഈ പാർട്ടിക്കാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് വലിച്ചിട്ട് പുറത്തേക്ക് കളഞ്ഞത്. ഇന്ത്യ മഹാരാജ്യത്ത് ജനങ്ങൾ കുറച്ചുകൂടി മുൻപേ ഇത് ചിന്തിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്തെ കേരളം ഒഴിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പാർട്ടിയെ 7 അയലക്കത്ത് പോലും കാണാത്ത സംവിധാനമാക്കി മാറ്റിയത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇപ്പൊ നേരത്തെ ഒരു സാറ് പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്, 1 കോടി എന്ന് പറയുമ്പോൾ അത് ദിർഹമാണ്, ദിർഹം. ആ ദിർഹം കാൽക്കുലേറ്റ് ചെയ്യാൻ BJPക്കാർക്ക് അറിയില്ല. എന്നിട്ട് എല്ലാ അറിവിൻ്റെയും തമ്പുരാൻ കാൽക്കുലേറ്റ് ചെയ്തതോ 30,000 ദിർഹമാണ്. അത്രേ അത്. 30,000 ദിർഹം എന്ന് പറഞ്ഞാലേ 7,35,000 റുപ്യ, അല്ലെ 7,65,000 റുപ്യ വരും. അതൊന്ന് ആദ്യം പഠിക്കുക, എന്നിട്ട് BJPക്കാരെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോവാ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, കേസിൽ വീണയ്ക്കുള്ള ബന്ധം നീലിമയുണ്ടല്ലോ, ഈ പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇവരൊന്നും മാസപ്പടി വാങ്ങിച്ചിട്ടില്ലല്ലോ. കേസിൽ വീണയ്ക്കുള്ള ബന്ധം, വീണയുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പൈസ ലഭിച്ചതിൻ്റെ കൃത്യമായിട്ട് വീണ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. ആ കമ്പനിയുടെ സ്റ്റാഫ് മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. നിരവധി മൊഴികൾ ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ വീണയിലേക്ക് അത് വന്നത്. അപ്പൊ ആ ബന്ധം വളരെ കൃത്യമല്ലേ? മതി, ഇപ്പൊ എല്ലാം ഓക്കെ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് സാർ വേണ്ടത്? വല്ലവന്റെ പറമ്പിൽ പുല്ല് കണ്ടിട്ട് പശുവിനെ വളർത്തുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പൊ കണ്ടു. രണ്ടാമത്, കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? VD സതീശൻ അങ്ങനെ ഇങ്ങനെയും മറുപടി പറയുന്ന ആളല്ല ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ബഹുമാനപ്പെട്ട കോൺഗ്രസിലെ വക്താവ് പറയുമ്പോ നീ ജീവിച്ചിരിപ്പുണ്ടോ? സർ, ഞങ്ങൾ ചോദിക്കട്ടെ, പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് ഇതേ വിഷയങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത്, ഇതേ വിഷയങ്ങൾ വന്ന സമയത്ത് നിങ്ങളുടെ പ്രതിപക്ഷത്തിന്റെയും നിങ്ങളുടെ കോൺഗ്രസിന്റെയും നിലപാട് എന്തായിരുന്നു? കേരളത്തിലെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല. സർ, ഞാൻ ചോദിക്കട്ടെ, ഒരു രഹസ്യാത്മകമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കാൻ സമയത്ത്, അത് സ്വാഭാവികമായിട്ട് ആ സെർച്ച് നടക്കുന്ന സമയത്ത് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നുവല്ലോ, അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകുന്നു, ആളുകൾ അനാവശ്യമായി കൂടുന്നു. അത് ഇവിടെ നടക്കുന്ന ഈ സെർച്ചുമായി ബന്ധപ്പെട്ട് CRPF അടക്കമുള്ള സ്ഥലത്ത് വലിയ വിഷയങ്ങൾ ഉണ്ടാകാനാണ് പോകുന്നത് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് വേണ്ടുന്ന കരുതലെടുക്കാൻ ആഭ്യന്തര വകുപ്പിനെ നമ്മൾ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണോ? അങ്ങനെ തന്നെയല്ലേ പതിവ്? ഇതിനു മുൻപും അങ്ങനെ തന്നെയല്ലേ പതിവ്? എന്തുകൊണ്ടാണ് ആ വിഷയത്തിൽ നിങ്ങൾ കൃത്യത കാണിക്കാഞ്ഞത്? ഞങ്ങളെ അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കൈയഴുകി പോകുന്നത്? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? തൽക്കാലം ഇത്രയും മതി. വരട്ടെ, ഞാൻ പോകുന്നു. ബൈ ബൈ.